ദേശാഭിമാനി പറഞ്ഞത് കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി PM ശ്രീ ഒപ്പിട്ടെന്നാണ്. മനസ്സിലായില്ലേ? കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് പിണറായി വിജയന്റെ സർക്കാർ ഒപ്പിട്ട PM ശ്രീ തുടരണമോ വേണ്ടയോ? അപ്പൊ കുട്ടികളുടെ ഭാവി വേണ്ടേ? അപ്പൊ അന്ന് വാങ്ങാനിരുന്ന പണം വേണ്ടേ? അന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് മാത്രം പണം മതിയോ? ഇപ്പോഴും പണം വേണ്ടേ? എന്താണ് ഇവരുടെ നിലപാട്? ഞങ്ങളുടെ നിലപാട്, അന്ന് VD സതീശൻ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേന്ദ്രത്തിന്റെ വിഹിതം സംസ്ഥാനത്തിന് അർഹപ്പെട്ട വിഹിതങ്ങൾ മേടിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അതിന്റെ മറ പറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ആശയങ്ങൾ ഒളിച്ചു കടത്താൻ ശ്രമിച്ചാൽ അതിനെ ചെറുക്കണം. ഇത് കൃത്യമാണല്ലോ. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് എന്താ? PM ശ്രീയുടെ കാര്യത്തിൽ മന്ത്രിസഭ ഉപസമിതി വെച്ചിരിക്കുന്നു. ആ ഉപസമിതിയുടെ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് കേസ് കൊടുക്കാനാണെങ്കിൽ കേസ് കൊടുക്കും, പിന്മാറാനാണെങ്കിൽ പിന്മാറും. നിയമപരമായ ബാധ്യതയിൽ ഇത് തുടർച്ച വേണം എന്നാണ് പറയുന്നതെങ്കിൽ അതിനെക്കുറിച്ചും ആലോചിക്കും. പക്ഷേ ഒരു തരത്തിലും കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു നയമില്ല. UDF-ലും കോൺഗ്രസിലും കേരളത്തിലെ സാധാരണക്കാരോടും ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു നയം PM ശ്രീയുടെ കാര്യത്തിൽ കോൺഗ്രസിനും UDF-നും ഇല്ല. ആ കാര്യത്തിൽ വ്യക്തത പറഞ്ഞിട്ടുണ്ട്. ഇവര് PM ശ്രീയുമായി ബന്ധപ്പെട്ട് പലവട്ടം കത്തിടപാട് നടത്തിയിട്ട് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? ഇവർ ഒപ്പിട്ടത് നമ്മൾ അറിഞ്ഞോ? MOU സൈൻ ചെയ്തത് അറിഞ്ഞോ? MOU ഉണ്ടാക്കിയത് നമ്മൾ അറിഞ്ഞോ? ഇല്ല. സ്വന്തം ക്യാബിനറ്റിനെ മറച്ച്, സ്വന്തം മുന്നണിയെ മറച്ച്, സ്വന്തം പാർട്ടിക്കാരെ മറച്ച്, ഈ മുഴുവൻ സംവിധാനങ്ങളെ മറച്ചിട്ട് ഇവർ PM ശ്രീയിൽ ഒപ്പിട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അന്ന് ഒപ്പിട്ട അതേ കോഴ്സുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ടോ? കേരളം എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ട് സുസ്ഥിര വളർച്ചയിൽ എത്തിക്കഴിഞ്ഞോ? കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ട് വാങ്ങാതെ കേരളത്തിന് നിലനിൽക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടാണോ പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണം അവസാനിപ്പിച്ച് ഇവർ പോയത്? ഇവര് മറുപടി പറയണ്ടേ? ഇപ്പൊ UDF-ന്റെ മറുപടി എന്താ? UDF-ന്റെ മറുപടി എന്താന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, പണ്ട് ഇവര് കമ്പ്യൂട്ടർ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞു. AKG സെന്ററിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നില്ലേ? പിണറായി വിജയൻ വിമാനയാത്ര നടത്തിയപ്പോ ബാഗിന്റെ ഉള്ളിൽ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു നമ്മൾ കേട്ടത്. അപ്പൊ കമ്പ്യൂട്ടർ ലാപ്ടോപ്പും ഒക്കെ ഇവര് മറ്റേ ഇതിലെറിഞ്ഞോ? അറബിക്കടലിൽ എറിഞ്ഞോ? ട്രാക്ടർ എറിഞ്ഞോ? അപ്പോ ഇതൊന്നുമല്ല. പക്ഷേ പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്നെ വോട്ട് തന്ന് വിജയിപ്പിച്ചാൽ ഞാൻ PM ശ്രീയെ അറബിക്കടലിൽ എറിയുമെന്ന് ജനങ്ങളോട് പറഞ്ഞതുകൊണ്ടാണ് ഇന്നിപ്പോ ഇതിന് മറുപടി പറയേണ്ടി വരുന്നത് UDF-ന്റെ നേതാക്കൾക്ക്, ലീഗ് അടക്കമുള്ളവർക്ക്. ഒറ്റ കാര്യമുള്ളൂ PG. അതില് UDF നേതാക്കന്മാർ PM ശ്രീ അറബിക്കടലിൽ, താങ്കൾ KM ഷാജിയുടെ കാര്യമായിരുന്നു പറയുന്നത്. PM ശ്രീ എന്ന് പറഞ്ഞാൽ കേവലം ഫണ്ട് വാങ്ങുന്നത് മാത്രമല്ല. PM ശ്രീയുടെ മറവിൽ കേന്ദ്ര സർക്കാരിന്റെ ആശയങ്ങൾ, നയപരമായ പരിപാടികൾ, RSSന്റെ പ്രത്യയശാസ്ത്രം ഒളിച്ചു കടത്തുന്നു എന്നുള്ള ആക്ഷേപമുണ്ട്. അങ്ങനെ ഇല്ലാതെ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കറിയില്ലല്ലോ. നിങ്ങളുടെ ഉപസമിതിയെ വെച്ച് പഠിക്കാൻ പോകുന്നത് എന്താണ് PM ശ്രീ, എന്താണ് ഗുണം, എന്താണ് ദോഷം. അപ്പൊ അന്ന് എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ കടലിലെറിയേണ്ട പദ്ധതിയാണെന്ന് പരസ്യമായി പറയുന്നത്? PM ശ്രീ എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമായിട്ടുള്ള നയപരമായിട്ടുള്ള RSS വൽക്കരണത്തെ, സംഘപരിവാർ വൽക്കരണത്തെ